ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ ഈ സമയം ഒന്ന് ധ്യാനത്തിന് വിഷയമാക്കുകയാണ്. ഈ വചനഭാഗത്ത് ഒരു ചോദ്യത്തോടെയാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ്? ഈശോയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ല. ഒരാൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും അത് നമുക്ക് ന്യായമായും ഊഹിക്കാം, ഒരു യഹൂദനായിരിക്കും ആ ചോദ്യം ചോദിക്കുന്നത് എന്ന്. ഒരു യഹൂദൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, യഹൂദരുടെ പൊതുവായ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു യഹൂദനായാൽ ഉറപ്പായും രക്ഷപ്പെടാം, അഥവാ യഹൂദ മതത്തിലുള്ളവർ മാത്രമേ രക്ഷ പ്രാപിക്കൂ. മറ്റു മതങ്ങളിലും മറ്റ് ദേശങ്ങളിലും പെട്ട ആർക്കും തന്നെ രക്ഷപ്പെടുക സാധ്യമല്ല. ഇങ്ങനെ ഒരു ചിന്താഗതി സാധാരണ യഹൂദർ വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ബോധ്യവും ശരിയാണ് എന്നതിന് ഒരു സ്ഥിരീകരണവും ഉറപ്പും കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ യഹൂദൻ ഈശോയോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഈശോ ആരാണ്? ഈശോ ഒരു യഹൂദനാണല്ലോ. യഹൂദനായ യേശുവിൽ നിന്ന് അത്തരമൊരു മറുപടി കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഇതാ യഹൂദൻ ഈ ചോദ്യം ഈശോയോട് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് ഈ യഹൂദൻ്റെ മനോഭാവത്തെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതായത് യഹൂദൻ പുലർത്തുന്ന മനോഭാവം പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളിൽ ചിലരെങ്കിലും അല്ലെങ്കിൽ പലരെങ്കിലും പുലർത്തുന്ന ഒരു ചിന്തയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ അംഗമായാൽ, ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അംഗമായാൽ ഉറപ്പായും രക്ഷപ്പെടാമെന്നുള്ള ഒരു മിഥ്യാധാരണ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു മതത്തിലെ അംഗമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെടും, വേറെ ഒന്നിനും ആവശ്യമില്ല, കാരണം ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിച്ചാൽ അത് ശരിയായ ഒരു ചിന്തയാണോ? അല്ലെങ്കിൽ ഞാനൊരു പുരോഹിതനാണ്, ഞാനൊരു സന്യാസിയാണ്, ഞാനൊരു വചനപ്രഘോഷകനാണ്, ഈ കാരണത്താൽ ഞാൻ രക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിച്ചാൽ, അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ അത് ശരിയായ ഒരു ചിന്തയാണോ? പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഒരു ക്രിസ്ത്യാനിയാണ് എന്നതും ഒരു വൈദികനാണ് എന്നതും ഒരു സന്യാസിയാണ് എന്നതും ഒരു വചനപ്രഘോഷകനാണ് എന്നതും ഒക്കെ ദൈവം എനിക്ക് നൽകിയ യോഗ്യതകളൊന്നും നോക്കാതെ സൗജന്യമായി നൽകിയ ദാനമാണ്, ദാനം മാത്രമാണ്. ആ ദാനമൊക്കെ സ്വീകരിച്ച ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിളിയോടും നിയോഗത്തോടും കൃപയോടും ശരിയാവണ്ണം പ്രത്യുത്തരിച്ച് വിശ്വസ്തത പാലിച്ചാലല്ലേ എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, വൈദികനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഒരു വചനപ്രഘോഷകനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെടും? ഒരിക്കലുമില്ല. മാത്രമല്ല, കുറച്ചുകൂടെ വ്യക്തമായും കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ, അധികം നൽകപ്പെടുന്നവരിൽ നിന്ന് അധികം ദൈവം ആവശ്യപ്പെടും. ആർക്ക് അധികം നൽകപ്പെടുന്നുവോ അവരിൽ നിന്ന് അധികം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ കൃപ കിട്ടിയവരിൽ നിന്ന് കൂടുതൽ പ്രത്യുത്തരം, കൂടുതൽ വിശ്വസ്തത കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തിലും സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള വെളിപാടുകളുടെ വെളിച്ചത്തിലും തിരുസഭ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ് വെളിപാടിനെ കുറിച്ച്. ഓരോ മതങ്ങളിലും വെളിപാടിൻ്റെ സത്യത്തിൻ്റെ കിരണങ്ങളുണ്ട് എന്നും ഓരോരുത്തർക്കും നിശ്ചിതമായ, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക അളവിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്നും തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈശോ ദൈവപുത്രൻ, ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ഈശോയിലൂടെ ദൈവം ആരാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടതിനാൽ ആ വെളിപാടിൻ്റെ പൂർണ്ണത ക്രൈസ്തവർക്ക് നൽകപ്പെട്ടതായി തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തൽ, ദൈവത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തൽ ലഭിച്ചുവെങ്കിൽ, നൽകപ്പെട്ടുവെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെക്കാളും കൂടുതൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആ കിട്ടിയ വെളിപ്പെടുത്തലിനോട് പ്രത്യുത്തരിക്കാനുള്ള ഉത്തരവാദിത്വം.
ഒരുപക്ഷെ അക്രൈസ്തവനായ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടേക്കാം, ന്യായീകരിക്കപ്പെട്ടേക്കാം. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് അത്രയേ ദൈവിക വെളിപ്പെടുത്തൽ കിട്ടിയിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് ശരിയും തെറ്റും ഒക്കെ ക്രിസ്തു തന്നെ നേരിട്ട് പഠിപ്പിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് ദൈവസന്നിധിയിൽ ഒഴികഴിവില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. അതുപോലെ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക്, ഒരു സന്യാസ പുരോഹിതൻ എന്ന നിലയ്ക്ക്, ഒരു വചന പ്രഘോഷകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈദികരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കൂടുതൽ ദൈവവിളിയോട് പ്രത്യുത്തരിക്കാനുള്ള കടമയുണ്ട്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ. അല്ലാതെ ആയിരിക്കുന്നൊരവസ്ഥ, ഞാൻ ക്രിസ്ത്യാനിയാണ്, വൈദികനാണ്, ആ ഒറ്റ കാരണം കൊണ്ട് രക്ഷപ്പെടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മൗഢ്യമാണ്. നമ്മളൊരു പക്ഷേ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ചിന്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില സെക്റ്റ് ഗ്രൂപ്പുകൾ ഇങ്ങനെ അവകാശപ്പെടാറുണ്ട്, തങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമായാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ, തങ്ങളുടെ വിഭാഗത്തിൽ വന്നു ചേർന്നാൽ മാത്രമേ രക്ഷപ്പെടൂ, അതിന് വെളിയിലുള്ള എല്ലാവരും നശിച്ചു പോകും എന്നുള്ളൊരു ചിന്ത. ചിലപ്പോഴൊക്കെ ബൈബിളിലെ ചില വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങനെ അവതരിപ്പിക്കാറുമുണ്ട്. പ്രത്യേകിച്ച് വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. 7-ാം അധ്യായം 4-ാം വാക്യം, 14-ാം അധ്യായം 1-ാം വാക്യം, വെളിപാട് പുസ്തകം. 1,44,000 എന്ന ഒരു സംഖ്യ, അഥവാ 144,000 എന്ന സംഖ്യ. സ്വർഗത്തിൽ കാണപ്പെടുന്ന 144,000 പേർ, സ്വർഗത്തിൽ കാണപ്പെടുന്ന 1,44,000 പേർ എന്ന ഒരു സംഖ്യ. ഈ സംഖ്യയെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ഈ വചനത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ചില സെക്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ പറയുന്നു, 1,44,000 പേര് മാത്രമേ രക്ഷപ്പെടൂ എന്ന്. ലോകത്ത് ഉള്ള കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ, ഇപ്പോൾ തന്നെ 750 കോടിയോളം മനുഷ്യർ ലോകത്തുണ്ടെന്ന് നമുക്കറിയാം. എത്ര ആയിരം കോടി മനുഷ്യർ നാളിതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നു പോയിരിക്കുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് കോടി വരുന്ന കോടാനുകോടി വരുന്ന ഇത്രയും വലിയ ജനസമൂഹത്തിൽ നിന്ന് വെറും 144,000 പേര് മാത്രമേ രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന, പഠിപ്പിക്കുന്ന പലരെയും നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് ഒരു പടി കൂടെ കടന്ന് ഇങ്ങനെ പറയുന്നു, തങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴാണോ ഈ 144,000 പേർ അഥവാ 1,44,000 പേരാകുന്നത്, അപ്പോൾ ലോകം അവസാനിക്കുമെന്നും അതിനകത്തുള്ള എല്ലാവരും രക്ഷപ്പെടുമെന്നും അതുവരെ ആ 144,000 പേർ തങ്ങളുടെ ഗ്രൂപ്പിലാകുന്നത് വരെ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒത്തിരി സെക്റ്റ് ഗ്രൂപ്പുകളെ നമ്മുടെ ചുറ്റുവട്ടത്തും കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ഈ വചനത്തെയൊക്കെ നമ്മളൊന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് അപ്പോകാലിപ്റ്റിക് സാഹിത്യ രൂപത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വാചികാർത്ഥത്തിൽ എടുക്കരുത്. വാചികാർത്ഥത്തിൽ എടുത്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുക. ബൈബിളിൽ ചില പുസ്തകങ്ങൾ അങ്ങനെയുണ്ട്, ചില അധ്യായങ്ങൾ ചിലതൊക്കെ അങ്ങനെയുണ്ട്. ഈ വെളിപാട് പുസ്തകം മുഴുവനും അങ്ങനെ ഒരു സാഹിത്യരൂപമാണ്. ആ സാഹിത്യരൂപം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായും അത്തരം സാഹിത്യരൂപം പഠിച്ച് മനസ്സിലാക്കാതെ ഈ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കാൻ പോയാൽ ഉറപ്പായി തെറ്റ് സംഭവിക്കും. തിരുസഭയിൽ അനേകം ജ്ഞാനമുള്ള, അറിവുള്ള, വിശുദ്ധിയുള്ള അനേകം പിതാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ പഠിച്ച് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വാക്ക് മാത്രം നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. 1,44,000 എന്താ ഉദ്ദേശിക്കുന്നത്? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ചില സംഖ്യകൾ അവർക്ക് പൂർണ്ണസംഖ്യകളാണ്, ചില സംഖ്യകൾ അപൂർണ സംഖ്യയാണ്. ഉദാഹരണം പറഞ്ഞാൽ 12 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണസംഖ്യയാണ് യഹൂദർക്ക്. 12 × 12 എന്ന് പറയുമ്പോൾ 144 12നെ അവർ ഗോത്രപിതാക്കന്മാരുടെ എണ്ണം എന്ന അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ എണ്ണം എന്ന നിലയിലും, അതുപോലെ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ, അതുപോലെ അപ്പസ്തോലന്മാർ 12, ഈ വിധത്തിലൊക്കെ 12 എന്ന സംഖ്യ വളരെ പ്രാധാന്യത്തോടു കൂടെ ആദിമ നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് യഹൂദരുടെ കാലഘട്ടത്തിൽ, യഹൂദരാണല്ലോ ക്രിസ്ത്യാനികളായിട്ട് ആദ്യ കാലഘട്ടത്തിൽ, ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളായിട്ട് വരുന്നത് കൂടുതലും യഹൂദ മതത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ 12 അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. 12 × 12 144 എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലാണ്. പിന്നെ 1000 യഹൂദർക്ക് ഒരു പൂർണ്ണ സംഖ്യയായി അവർ കണക്കാക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ 144 × 1000 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയെ ആണ് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായൊരു സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 144,000 പേരെ അവിടെ കണ്ടു എന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ കൃത്യം 144,000 പേർ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല,
സമ്പൂർണതയെ കുറിക്കുന്ന ഒരു സംഖ്യയായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി കണ്ടെത്തിയ ഒരു വ്യാഖ്യാനമല്ല. ഈ വാക്കിൻ്റെ വചനത്തിൻ്റെ തുടർന്നുള്ള വാക്കുകൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 7-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് 144,000 പേര് സ്വർഗത്തിൽ കാണപ്പെടുന്നതായി നമ്മൾ വായിക്കുന്നതെങ്കിൽ, അതേ അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ കൂടെ കഴിഞ്ഞു 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്ന മറ്റൊരു വചനം അതിങ്ങനെയാണ്: എണ്ണിത്തിട്ടപ്പെടുത്താൻ, ശ്രദ്ധിച്ച് കേൾക്കുക, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടത്തെ ഞാൻ അവിടെ കണ്ടു. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുമുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കുഞ്ഞാടിൻ്റെ മുൻപിൽ നിന്നിരുന്നു. ഇതിൽ ആദ്യ വാചകം എന്താണ്? എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം. ഈ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധത്തിലൊരു ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ 1,44,000 പേര്, അത് എണ്ണാൻ പറ്റാത്ത ഇത്ര വലിയൊരു സംഖ്യയാണോ? 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാധാരണ കുട്ടിക്ക് പോലും വേണമെങ്കിൽ 1,44,000 വരെയൊക്കെ എണ്ണാൻ പറ്റും അല്ലേ? രാവിലെ ഒരുപക്ഷെ ഒത്തിരി സമയം എടുക്കുമായിരിക്കും, എങ്കിലും ഒരു 8-ാം ക്ലാസ്സുകാരന് പോലും അത്രയും സംഖ്യയൊക്കെ എണ്ണാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത, ഈ ലോകത്തെ ഏറ്റവും നന്നായി കണക്കറിയുന്ന, എണ്ണാൻ അറിയുന്ന വ്യക്തിക്ക് പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ സ്വർഗത്തിൽ കണ്ടുവെന്നും അവർ വിവിധ നാടുകൾ, വിവിധ ദേശങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നുവെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതേ വചനഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇതൊക്കെ പറഞ്ഞത് വേറൊന്നും വേണ്ടിയിട്ടല്ല. ദൈവം നശിപ്പിക്കാൻ വേണ്ടി ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നേരത്തെ മുൻകൂട്ടി തന്നെ ചിലരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ചില സെക്ട് ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം കുറച്ചു പേരെ രക്ഷിക്കാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. സൃഷ്ടിക്കുമ്പോൾ തന്നെ, ചില വ്യക്തികളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം അങ്ങനെ തീരുമാനിച്ചു വെച്ചു, ഇതാ കുറച്ചു പേരെ രക്ഷിക്കാൻ, ബാക്കി എല്ലാവരെയും നശിപ്പിക്കാൻ. ദൈവം ഇത്ര ക്രൂരനാണോ? അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിൽ ആരെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നു തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നശിപ്പിക്കാനും ശിക്ഷിക്കാനും അല്ലെങ്കിൽ തകർത്ത് നിത്യശിക്ഷയിലേക്ക് തള്ളിക്കളയാനും വേണ്ടി അങ്ങനെ തീരുമാനിച്ച് ദൈവം ഒരു മനുഷ്യനെ പോലും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുക. എല്ലാവരും രക്ഷപ്പെടണമെന്നും എല്ലാവരെയും രക്ഷിക്കണമെന്നുമാണ് സത്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, 2-ാം അധ്യായം 4-ാം വാക്യം നമ്മളവിടെ വായിക്കുന്നു: എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇത് വചനത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും ഇതാ അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ പത്രോസ് ശ്ലീഹ പറയുന്ന ഒരു വചനം നമ്മളവിടെ വായിക്കുന്നുണ്ട്: സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായും അറിയുന്നു. ദൈവത്തിന് പക്ഷപാതമില്ല. കുറച്ചു പേരെ രക്ഷിക്കാൻ വേണ്ടി നേരത്തെ മാറ്റി നിർത്തുകയും ബാക്കിയുള്ളവരെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ ആരും ഒരിക്കലും വിചാരിച്ചേക്കരുത്. ദൈവം എല്ലാവർക്കും വേണ്ടി ഇതാ രക്ഷ നൽകുന്നു. നൽകുന്നതും സ്വീകരിക്കുന്നതും 2 കാര്യമാണ്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യരെയും രക്ഷിക്കാനാണ്, സകല പാപികളെയും രക്ഷിക്കാനാണ്, ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും രക്ഷിക്കാനാണ്. അങ്ങനെ യേശുവിൻ്റെ രക്ഷാകരമായ കുരിശു മരണത്തിലൂടെ രക്ഷ ഇതാ നൽകപ്പെടുന്നു. അന്ന് നൽകപ്പെട്ട രക്ഷ തരാൻ കർത്താവ് തയ്യാറായി നിൽക്കുന്നു. സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം. സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം. ഓർക്കുക, നൽകുന്നതും സ്വീകരിക്കുന്നതും 2 കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അപ്പച്ചൻ എൻ്റെ പേരിൽ 50 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എനിക്കറിയാം എൻ്റെ പേരിൽ 50 ലക്ഷം രൂപ ബാങ്കിലുണ്ട്, എൻ്റെ അപ്പച്ചൻ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ വിവരം അറിയാം. എന്നാൽ ഞാൻ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പേരിൽ ബാങ്കിൽ 50 ലക്ഷമുണ്ട്, 50 ലക്ഷമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം കാര്യമുണ്ടോ? കാര്യമില്ല. ഞാനത് പോയി എടുക്കണം, ആ പണം എടുക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ദാരിദ്ര്യത്തിന്, എൻ്റെ പട്ടിണിക്ക് ഒരു പരിഹാരമായി മാറുന്നു. ഇതുപോലെ 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ പണിതുയർത്തപ്പെട്ട കുരിശ് എന്ന ബാങ്കിൽ ഈശോ രക്ഷ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ, എല്ലാവരുടെയും പേരിൽ കർത്താവ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നീ അത് പോയി എടുക്കണം.
എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷ സ്വീകരിക്കാൻ സാധിക്കുക? തീർച്ചയായും അന്ന് കർത്താവ് തന്ന രക്ഷ ഇന്ന് ജീവിക്കുന്ന നമ്മൾ സ്വീകരിക്കുന്നത് കൂദാശകളിലൂടെയും വചനത്തിലൂടെയുമാണ്. വിവിധ കൂദാശകളിലൂടെ 7 കൂദാശകളിലൂടെ നമ്മളിതാ അന്ന് തന്ന രക്ഷ ഇന്ന് ജീവിക്കുന്ന നമ്മൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ വചനത്തിലൂടെ യേശുവിൻ്റെ രക്ഷ നമ്മൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കാനും വചനത്തിൽ ജീവിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ കൗദാശിക ജീവിതം വഴിയും നമുക്ക് രക്ഷ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നേക്കാം, ഇത് സാധിക്കാത്ത വ്യക്തികൾ, അതായത് അക്രൈസ്തവ സഹോദരങ്ങൾ, അവരെങ്ങനെയാണ് രക്ഷപ്പെടുക? നമ്മുടെ ക്രൈസ്തവ സഭയുടെ വിശ്വാസം അനുസരിച്ച് അക്രൈസ്തവ സഹോദരങ്ങളും രക്ഷ പ്രാപിക്കുന്നത് യേശുവിലൂടെ തന്നെയാണ്. യേശുവിൻ്റെ രക്ഷാകരമായ ബലി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു, സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും രക്ഷപ്പെടുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ്. ക്രൈസ്തവർ അത് സ്വീകരിക്കുന്നത് കൂദാശകളിലൂടെയാണ്. അക്രൈസ്തവർ അത് സ്വീകരിക്കുന്ന വഴി മാർഗം ഏതാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം അന്ന് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നൽകപ്പെട്ട രക്ഷ ദൈവത്തിനറിയാവുന്ന വഴികളിലൂടെ അക്രൈസ്തവ സഹോദരങ്ങൾക്കും ദൈവം കൊടുക്കുന്നുണ്ട്. അവർ ഏത് വിധത്തിലാണ് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ അറിവില്ലായ്മ ദൈവത്തിൻ്റെ അറിവിൻ്റെ മുൻപിൽ ഭക്തി ആദരവോടെ നമുക്ക് കൈകൂപ്പാം. ഇനി നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ഈ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്നുള്ള ചോദ്യം കൊണ്ട് ചോദ്യകർത്താവ് ഉദ്ദേശിച്ച അർത്ഥം തീർച്ചയായും നിത്യരക്ഷയെക്കുറിച്ചാണ്, സ്വർഗ സൗഭാഗ്യത്തെക്കുറിച്ചാണ്. നമ്മളത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, സ്വർഗത്തിന് നേരെ വിപരീതമായി നിലകൊള്ളുന്ന കാര്യം എന്താണ്? നരകം. സ്വർഗ സൗഭാഗ്യവും നരകശിക്ഷയും, നിത്യരക്ഷയും നിത്യശിക്ഷയും, രണ്ട് വിപരീത ദിശയിൽ നിൽക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ. മരണത്തിന് ശേഷം ഇത് രണ്ടുമേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് ഭൂമിയിൽ വെച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. സ്വർഗത്തിൽ പോകുന്ന വ്യക്തികൾ നിത്യമായി സ്വർഗത്തിൽ കഴിയുന്നു. സ്വർഗത്തിൽ പോകുന്നില്ല എങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അഥവാ നരകത്തിൽ പോകുന്നവരാരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല, സ്വർഗത്തിൽ പോകുന്നവരാരും നരകത്തിലേക്ക് പോകുന്നില്ല. ഇത് രണ്ടും നിത്യമായി നിലകൊള്ളുന്നതാണ്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഒരു വ്യക്തിയുടെ ശുദ്ധീകരണം പൂർത്തിയാകുന്നതോടെ അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണം അവസാനിക്കുന്നു. അല്ലെങ്കിൽ സകല മനുഷ്യരുടെയും ശുദ്ധീകരണം പൂർത്തിയാകുന്നതോടെ ശുദ്ധീകരണ സ്ഥലം എന്ന പ്രതിഭാസം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന അവസ്ഥ, അതൊരു അവസ്ഥയാണ്, ആ അവസ്ഥയും അവസാനിക്കുന്നു. അപ്പോൾ സ്വർഗവും നരകവും മാത്രമേ നിത്യമായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് നമ്മുടെ ലളിതമായ നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം ഒന്ന് മനസ്സിലാക്കാം. ആദ്യം അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആരാണ് നരകത്തിൽ പോകുന്നത്? അത് ചിന്തിച്ചാൽ നമുക്ക് നരകത്തിൽ പോകാത്തവരൊക്കെ സ്വർഗത്തിൽ പോകില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആരാണ് നരകത്തിൽ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് വരുന്നൊരു ഉത്തരം ഇതായിരിക്കും, പാപം ചെയ്യുന്നവർ നരകത്തിൽ പോകുമെന്ന്. ആ ഉത്തരം തെറ്റാണ്. പാപം ചെയ്യുന്നവരാണ് നരകത്തിൽ പോകുന്നതെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നരകത്തിൽ പോകേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും പാപികളാണ്, പാപം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ഉത്തരം? കൃത്യമായിട്ടുള്ള ഉത്തരം ഇതാണ്, പാപം ചെയ്യുന്നത് കൊണ്ടല്ല ഒരാൾ നരകത്തിൽ പോകുന്നത്. നേരെ മറിച്ച് പാപം ചെയ്തിട്ടും അനുതപിക്കാനും ഈശോ തന്ന രക്ഷ സ്വീകരിക്കാനും ഈശോയിലേക്ക് തിരിച്ചു വരാനും തയ്യാറാകാത്ത വ്യക്തികളാണ് സത്യത്തിൽ നരകത്തിൽ പോകുന്നത്. ദൈവം നമുക്ക് മരിക്കുന്ന നിമിഷം വരെയും അവസരം തരുന്നുണ്ട്. അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അനുതപിക്കാനും തിരിച്ചു വരാനും അവസരം നൽകിക്കൊണ്ട് മരിക്കുന്ന നിമിഷം വരെ, നമ്മുടെ ഓരോരുത്തരുടെയും മരണനിമിഷം വരെ ഈശോ കാത്തിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. മരണനിമിഷം വരെ അനുതപിക്കാനും തിരിച്ചു വരാനും കർത്താവ് അവസരം നൽകുന്നുണ്ട്. ഇത് കേട്ടിട്ട് എന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിക്കാം, പാപസുഖങ്ങളിൽ ജീവിക്കാം, മരിക്കുന്ന സമയത്ത് അനുതപിച്ചാൽ മതിയല്ലോ എന്ന് ആരും ചിന്തിച്ചേക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ എന്താ കുഴപ്പം? ഒരു വലിയ കുഴപ്പമുണ്ട്. കാരണം നമ്മൾ എപ്പോഴാ മരിക്കുക, എങ്ങനെയാ മരിക്കുക, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എത്രയോ മനുഷ്യർ ഉറക്കത്തിൽ മരിച്ചു പോകുന്നു, ആക്സിഡൻറ്റിലൊക്കെ പെട്ട് മരിച്ചു പോകുന്നു. യേശുവേന്ന് പോലും ഒന്ന് വിളിക്കാൻ പോലും പറ്റാതെ മരിച്ചു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, ജീവിതകാലം മുഴുവൻ നമ്മൾ പിശാചിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ തിരസ്കരിച്ച് ജീവിച്ചാൽ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് അനുദപിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും എന്നറിയാത്തത് കൊണ്ട് എത്ര പെട്ടെന്ന് അനുദപിക്കാവോ അത് ഈ നിമിഷമാണ്. ഈ നിമിഷം തന്നെ അനുദപിച്ച് തമ്പുരാനിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവുക. നിത്യനാശത്തിൽ നിന്ന് തീർച്ചയായും രക്ഷപ്പെടുക നമുക്ക് സാധ്യമാണ്. ഞാൻ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ്, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് മദ്യപാനി, ഒരിക്കലും ആത്മീയ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഈ സ്ത്രീ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
മരിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യനൊന്ന് മാനസാന്തരപ്പെട്ടാൽ മതി, നരകത്തിൽ പോകാതിരുന്നാൽ മതി, സ്വർഗത്തിലൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ഈ സ്ത്രീ ആഗ്രഹിക്കുന്നു. പക്ഷേ സംഭവിക്കുന്നത് മറിച്ചാണ്. ഇദ്ദേഹം മദ്യപിച്ച് ഒരു പാലത്തിന് മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യയാണ്. ഈ സ്ത്രീ ആകെ തകർന്നു പോയി, നിരാശപ്പെട്ടു പോയി. കാരണം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ. ആത്മഹത്യ ചെയ്ത ഭർത്താവിൻ്റെ ആത്മാവ് ഉറപ്പായും നരകത്തിൽ പോയി കാണുമെന്ന് ആ സ്ത്രീ വിചാരിക്കുകയാണ്. ഒരു ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ആർസിലെ വികാരിയെ കാണാൻ, അതായത് ജോൺ മരി വിയാനി പുണ്യാളനെ കാണാൻ വേണ്ടി സ്ത്രീ പോകുന്നു. പള്ളിക്കകത്തൊരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ, ജോൺ മരി വിയാനി പുണ്യവാളൻ അച്ഛൻ, അങ്ങ് ദൂരെ ഇരിക്കുന്ന ആ സ്ത്രീയെ കാണുന്നു. ഒരാളുടെ കുമ്പസാരം തീർന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, നിന്റെ പ്രാർത്ഥന ഈശോ കേട്ടിട്ടുണ്ട്, പാഴായി പോയിട്ടൊന്നുമില്ല. ഇത് പറഞ്ഞ് അദ്ദേഹം കുമ്പസാരക്കൂട്ടിലേക്ക് തിരിച്ചു കടന്നു. അപ്പോഴും ആ സ്ത്രീ ഇങ്ങനെ യാന്ത്രികമായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ആർക്കും ആരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാവുന്ന ഒരു കൊച്ചു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പൊതുവായ ഒരു ആശ്വാസവാക്ക് എന്ന നിലയിൽ നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. പക്ഷേ അങ്ങോട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോയ അച്ഛൻ വീണ്ടും ഒരു പ്രചോദനം കിട്ടിയിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് ആ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറയാണ്, മോളെ നീ സങ്കടപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ഈശോ കേട്ടിട്ടുണ്ട്. പാലത്തിനും വെള്ളത്തിനും ഇടയിൽ ആ മനുഷ്യൻ യേശുവേ എന്ന് വിളിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്, ആത്മാവ് നശിച്ചിട്ടില്ല. പാലത്തിനും വെള്ളത്തിനും ഇടയിൽ യേശുവേ എന്ന് വിളിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്, ആത്മാവ് നശിച്ചിട്ടില്ല, നീ സങ്കടപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. ഇത് കേട്ട് ഈ സ്ത്രീ വാവിട്ട് നിലവിളിക്കുകയാണ്. ഇവിടെ എന്താണ് ജോൺ മരി വിയാനി പുണ്യവാളൻ പറഞ്ഞ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ആ മുഴുകുടിയനായ മനുഷ്യൻ, ജീവിതകാലത്തൊക്കെ ദൈവനിഷേധവുമായി ജീവിച്ചൊരു മനുഷ്യൻ, ഇതാ അതും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു, അങ്ങനെയാണ് മരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ളൊരു നിമിഷം യേശുവേ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പ്രിയപ്പെട്ട, ഒരുപക്ഷെ ഒരുപാട് നാൾ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എങ്കിലും ഇതാ ആ ആത്മാവ് നിത്യമായി നശിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേട്ടിട്ട് ആരും വിചാരിച്ചേക്കരുത്, അങ്ങനെയാണെങ്കിൽ പിന്നെ മരിക്കുന്നതിന് മുമ്പ് യേശുവേ എന്ന് വിളിച്ചാൽ പോരെയെന്ന്. പ്രിയപ്പെട്ടവർ, അങ്ങനെ വിളിക്കാൻ ഒരുപക്ഷെ സാധ്യമല്ല. ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ അത് സാധിച്ചെങ്കിൽ ഒരു കാരണം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വ്രതം പോലെ മരണം വരെ തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേകമായ കൃപാസമയത്ത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന ആശയം ഇത്രയേ ഉള്ളൂ. ദൈവം അത്രയും കരുണ കാണിക്കുന്നു. മരണനിമിഷം വരെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. അനുതപിക്കാൻ തയ്യാറായാൽ മതി. അനുതാപമാണ്, പശ്ചാത്താപമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള വാതിലായി നിലകൊള്ളുന്നത്. ഇനി രക്ഷ പ്രാപിക്കാൻ, സുവിശേഷം ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളതിനെ സാരസംഗ്രഹം ഉൾക്കൊള്ളാൻ തയ്യാറാവുക, സുവിശേഷം ജീവിക്കാൻ തയ്യാറാവുക, സുവിശേഷത്തിൽ വിശ്വസിക്കാനും സുവിശേഷം ജീവിക്കാനും നമ്മൾ തയ്യാറാവുക. സുവിശേഷത്തിൻ്റെ മുഴുവൻ സാരസംഗ്രഹവും ഈശോ തന്നെ പറയുന്നുണ്ട്. മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ നിയമങ്ങളും ഈ ഒറ്റ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവ്വശക്തിയോടെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ സുവിശേഷം മുഴുവനും, ബൈബിൾ മുഴുവനും ഈ ഒറ്റ കൽപ്പനയിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിത്യരക്ഷ പ്രാപിക്കാനുള്ള മാർഗത്തെ ഒറ്റ വാക്കിലൊന്ന് സംഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. എല്ലാം മറന്ന് ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, സുവിശേഷം ജീവിക്കുക, അനുതപിക്കുക, നിത്യരക്ഷ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.